അങ്ങനെ ഇന്നലെ മുതൽ 6ാം സെമസ്റ്റർ പരീക്ഷകളുടെ വാല്യുവേഷൻ ക്യാമ്പ് തുടങ്ങി. എന്നാൽ ലഭിച്ച വാർത്തകൾ അത്ര ശുഭകരമല്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലത്തെ വീഡിയോയിലും സൂചിപ്പിച്ചതാണ്, 6ാം സെമസ്റ്റർ പരീക്ഷകളുടെ വാല്യുവേഷൻ എന്ന് പറയുമ്പോൾ ലിബറൽ ആയിരിക്കും. പരമാവധി മാർക്ക് കൊടുക്കാറുണ്ട്. അത്രയ്ക്ക് സ്ട്രിക്റ്റ് വാല്യുവേഷൻ ഒന്നും ആവാറില്ല. വാല്യുവേഷന് മുമ്പ് ചീഫിൻ്റെ നിർദ്ദേശവും അങ്ങനെ തന്നെ ആയിരുന്നു. പരമാവധി എല്ലാ വിദ്യാർത്ഥികളെയും അത്യാവശ്യം എഴുതിയിട്ടുണ്ടെങ്കിൽ ജയിപ്പിക്കണമെന്ന് തന്നെയായിരുന്നു. എന്നാൽ വിദ്യാർത്ഥികളുടെ പേപ്പർ നോക്കുമ്പോൾ പലരും ജയിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പ്രാക്ടിക്കൽ എക്സാമിന് ശേഷമായിരുന്നു ഈ വട്ടത്തെ തിയറി എക്സാമിനേഷൻ. ആയതുകൊണ്ട് പ്രാക്ടിക്കൽ എക്സാമിനേഷന് കൂടുതലായിട്ട് സമയം ചെലവഴിച്ചപ്പോൾ തിയറി എക്സാമിനേഷന് അത്ര സമയം കിട്ടിയില്ല എന്നതും, കൂടാതെ അടുപ്പിച്ചുള്ള എക്സാമും വിദ്യാർത്ഥികളുടെ മാർക്ക് കുറയ്ക്കാൻ ഇടവരുത്തി എന്ന് തന്നെയാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്ത. ഓരോ ദിവസവും പരമാവധി പേപ്പർ നോക്കി കഴിയുമ്പോൾ ജയിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം കുറവാണ്. എന്നാലും പരമാവധി ജയിപ്പിക്കാൻ നോക്കുന്നുണ്ട്. 1 മുതൽ 5 വരെയുള്ള സെമസ്റ്റർ പരീക്ഷകളിൽ കൊണ്ടുവന്ന ഒരു സീരിയസ്നെസ് 6ാമത്തെ സെമസ്റ്ററിൽ അവസാന സെമസ്റ്റർ ആയപ്പോൾ കുറഞ്ഞു പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് പല എക്സാമിനേഴ്സും പേപ്പർ നോക്കുന്ന ടീച്ചേഴ്സ് പറയുന്നത്. ഇന്നലെ മുതലേ തുടങ്ങിയിട്ടുള്ളൂ. കുറേയധികം കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന പുതിയ അപ്ഡേറ്റുകൾ തീർച്ചയായിട്ടും നിങ്ങൾ മുമ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.